ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരം കേട്ടോ. എപ്പോഴും സ്വീറ്റ് കോൺ വെച്ചിട്ട് ഒരേ ഐറ്റം തന്നെ ആക്കണ്ട, ഇതുപോലെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ സ്വീറ്റ് കോൺ എടുത്തിങ്ങനെ ഇതിനെ നടുക്ക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുത്ത് മാത്രം ആക്കി എടുക്കണം. അതിന് ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ഇതേപോലെ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ആ മുത്ത് മാത്രം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ നമുക്ക് 2 കഷ്ണത്തിൻ്റെ മുത്ത് മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ കുണ്ടുള്ള പാത്രത്തിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു കയ്യിൽ കടലമാവും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം കൈ വെച്ചിട്ട് ഞരടി കൊടുക്കണം. അപ്പോൾ ആ മുത്തുകളൊക്കെ ഒന്ന് ഉടയാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിനുള്ളിൽ ചെറുതായിട്ടൊരു പാലുണ്ടാവും, അത് പുറത്തേക്ക് വന്നിട്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഞരടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ കൈ വെച്ച് നല്ല പോലെ ഞരടി കൊടുത്തുക്കണം. ഇതിൻ്റെ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ സവോളയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഇതിലേക്ക് ചേരാനും വേണ്ടിയിട്ട് ഒന്നുകൂടി നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഞരടി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ വെച്ചിട്ടാണ്, അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഒന്നിച്ച് ചേരാനും വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് കൈ വെച്ച് നല്ലോണം ഞരടി കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി അതും കൂടി ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് വേണം, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതേപോലെ ആദ്യം നമ്മൾ ഒരു കയ്യിൽ കടലമാവ് ഇട്ടിങ്ങനെ അതിൻ്റെ പുറമേ ആയിട്ട് നമുക്ക് 1.5 കയ്യിലും കൂടി കടലമാവും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചീച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കൊക്കവടയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു രൂപത്തിൽ ആ ഒരു അയവിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചീച്ച സാധാരണ നോർമൽ വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ഇതേപോലെ തന്നെ ഒരു അയവിലാണ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് എണ്ണയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കൈയൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ തന്നെ എത്രയാണ് വലിപ്പം വേണ്ടത്, എത്രയാണോ ചെറുപ്പം വേണ്ടത്, അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ഇതുപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുക. അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ ഒരുപാട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ തമ്മിൽ ഒട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം നല്ലൊരു കളറാക്കി എടുക്കണം, നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊന്ന് നെരിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് കളറായതിൻ്റെ ശേഷം നമുക്കിത് ഫുള്ളായിട്ടൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരിയെടുക്കുക. അങ്ങനെ നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അത് ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഇതേപോലെ ഒന്ന് കോരിയെടുത്ത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ടുള്ളത് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്ത് നമ്മൾ അടിപൊളി സ്വീറ്റ് കോണിൻ്റെ പലഹാരം ഇവിടെ റെഡി ആക്കുന്നത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.